ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ്. പളനിയിലേക്കാണ് പോകുന്നത്. ഇത് തിരുവോണ ദിവസത്തെ വീഡിയോ ആണ്. ഫാമിലി ഫുള്ളുണ്ട്. അപ്പൻ, അമ്മ, ഞാൻ, അനിയന്മാർ, ചേട്ടൻ എല്ലാവരും കൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഗൈസ്. ഹായ്, എവിടെ പോകണ്ടേ? പളനി കൊടൈക്കനാലെന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തി ഗൈസ്. ഓട്ടോ വന്നു ഗൈസ്. ആ കിട്ടിയ ഓട്ടോ കൊണ്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഗൈസ്. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം 1 മണി കഴിയും വരാൻ. 1:20 ട്രെയിൻ. അപ്പം ഇവർ 3 പേരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയി. ഞാനും ഒപ്പം അമ്മ അവിടെ നിന്നപ്പോൾ ഇവർ 3 പേരും ഭയങ്കര ചർച്ച. എന്താണെന്ന് നോക്കാൻ വേണ്ടി ചെന്നത്. തിരുവോണം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല തിരക്ക് കാണും. ഒന്നും അറിയത്തില്ല. എന്തുവാ ഗൈസ്, നമ്മളവിടെ പോന്നു. പളനി. കണ്ണ എവിടെ പോവാ? കണ്ണ പളനി. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓരോ കാര്യം പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര ബിസിയൊന്നുമല്ല. അവർ 3 പേരും എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതാ കണ്ടോ, എന്തൊക്കെയോ ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ഇനി അവിടെ ചെന്നിട്ട് എന്താണ് പ്ലാൻ, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്നൊക്കെ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞങ്ങൾ 3 പേരും, അതായത് ഞാനും അമ്മ എവിടെ ഇരിക്കുന്നു, അപ്പൻ അവിടെ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അവിടെ നിന്ന് എണീറ്റ് കുറച്ച് നേരം ആ ട്രാക്കൊക്കെ നോക്കി നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുണ്ടോ ആണ്ടേ, ഫോണിലാണ് ഗൈസ്. ബാക്കി 2 ഉണ്ടാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഉണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ ഇവരിവിടെ വന്ന് നോക്കി നിൽക്കുകയാണ് ഗൈസ്. കണ്ണാ വീഴരുത്. ട്രെയിനിൽ കയറിയതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേന് അവർ വന്ന് ഇവിടെ ഇരുന്നു. ഞങ്ങളെല്ലാവരും ഇരുന്ന കാര്യം പറഞ്ഞ് ചായയൊക്കെ കുടിച്ച്. ഭയങ്കര ബോറൊന്നുമല്ല, പക്ഷേ 7 മണിക്കൂർ യാത്രയല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ച് നടക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം ട്രെയിൻ ഇറങ്ങി. 7 മണിക്കൂറിന് ശേഷം ട്രെയിൻ ഇറങ്ങിയിട്ട് കാണിക്കുന്ന ക്രോപ്രായാണ് ഗൈസ് അത്. അപ്പനും അമ്മയും എല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ്, എൻഡിങ് എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുവായാലും നോക്കാം. ട്രെയിൻ ഒരു 11 മിനിറ്റ് ലേറ്റായി. അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകണം. കണ്ടോ ഗൈസ്, ഞങ്ങളിപ്പോൾ ദാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരും. അതുകൊണ്ടോ ഒരാൾ ബാഗും വലിച്ചിട്ട് പോകുന്നുണ്ടോ? അതാണ്ട് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടുന്ന് നടന്ന് കുറച്ച് ചെല്ലുമ്പോൾ, അതായത് ഓവർ ബ്രിഡ്ജാണ് കേട്ടോ, അവിടുന്ന് നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് താഴോട്ട് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി താഴെ എൻട്രൻസിൽ ചെല്ലാം. ഗൈസ് ഇവിടെ കണ്ടോ, ഇതെന്തോടെ, ഇതെന്തോ ഈ സ്കൾപ്ചർ എന്തോ? അതെ, മധുരൈ കോവിൽ, മീനാക്ഷി അമ്മൻ കോവിലാണ് ഗൈസ്. അതിൻ്റെ പിക്ചറാണ്. യെസ്, ജല്ലിക്കെട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ, കുറേ സ്റ്റെപ്സ് ഉണ്ട് ഗൈസ്. സ്റ്റെപ്സ് എല്ലാം ഇറങ്ങി. ഇതാണ് ഗൈസ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ കിടക്കുന്നുണ്ടോ? കണ്ടോ, ഇവിടെയൊക്കെ പണി എന്തൊക്കെയോ നടക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഭയങ്കര ജനം. അങ്ങനെ ഞങ്ങൾ എക്സിറ്റിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. പാസഞ്ചർ ഫെസിലിറ്റേഷൻ സെൻറ്റർ. ദെൻ ഞങ്ങൾ വന്ന എക്സ്പ്രസിൻ്റെ പേര് അതിനകത്തില്ല, കുഴപ്പമില്ല. എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ നാടിപ്പം ഇവിടുന്ന് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഓട്ടോ കാത്ത് നിന്നതാണ് ഏറ്റവും വലിയ രസം. ഓട്ടോ കാത്ത് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കുകയാണിപ്പോൾ. നമ്മളിനി ഓട്ടോ വിളിച്ച് പോകണം. ഇതാണ് കണ്ടോ, അത് പാർക്കിംഗ് ഏരിയ, ബൈക്ക് പാർക്കിംഗ് ഏരിയ തന്നെ കണ്ടോ, മൾട്ടിയാണ് കണ്ടോ. ഇതിന് ശേഷമുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഓട്ടോ വന്നു, ഓട്ടോയിൽ കയറി പോയി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, ബസ് കയറി. അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ടയേർഡായതിന് ശേഷം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷമുള്ള കാര്യമാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അങ്ങനെ രാത്രി 12 മണിക്ക് കുറച്ച് മിനിറ്റുകളുണ്ട്.
ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ സാഹസികമായ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ബസ്സിൽ കയറിയതിന് ശേഷം ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഗൈസ്. നെയ് റോസ്റ്റ് ഇടുകയാണ്. ഞാൻ നെയ് റോസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. കണ്ണ് നെയ് റോസ്റ്റ്. അപ്പം അങ്ങനെ കഴിക്കാന്ന് വെച്ചു. എനിക്ക് ഓംലെറ്റ് വേണ്ട. കണ്ടോ, ചൂട് നെയ് റോസ്റ്റും വെള്ളച്ചട്നി. ഇതെന്തുവാ മുളക് ചട്നി, സാമ്പാർ. ഇപ്പം സമയം രാത്രി 12 മണിയാവാം 10 മിനിറ്റ്. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നു. ഫുഡ് പാഴ്സലാക്കി കൊണ്ട് വന്നു ഗൈസ്. ഞങ്ങൾ റൂം എടുത്തേക്കുന്ന കോട്ടേജ് സൂര്യ കോട്ടേജ്. ഇതാണ് ഗൈസ് റൂം. ഇത് കഴിഞ്ഞിട്ട് കാണുന്നത് പിറ്റേ ദിവസം വീഡിയോ ആണ്. കാരണം പിറ്റേ ദിവസം ആയപ്പോഴത്തേനും പിന്നെ കുറേ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം 3:51, 4 മണിയാവാൻ 6 മിനിറ്റ് 7 മിനിറ്റ്. ഞങ്ങൾ റെഡിയായിട്ട് പളനി കയറാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാവുകയാണ്. അപ്പം ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഏട്ടൻ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി പളനി മല കയറാൻ പോവാണ് ഗൈസ്. ഇപ്പം സമയം 4:30 ആകുന്നു. 5 മണിക്ക് തുറക്കത്തുള്ളൂ. എന്നാലും നമുക്ക് കയറാം. എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതായത് കയറേണ്ട സ്ഥലം കണ്ടോ, ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം 5 മണിക്ക് അത് തുറക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പടി കയറാൻ പോവുകയാണ്. നോക്കട്ടെ അവിടെ ചെന്ന് തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. കാരണം ഇപ്പോൾ 5 മണി ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടല്ല, സോറി, ഞങ്ങൾ 3 പേരോട് നടക്കുക. ഫോൺ കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പളനി ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. റൂമിൽ പോകണം, ഒന്ന് റെസ്റ്റ് എടുക്കണം. വെളിച്ചം വന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:30 ആവാം 5 മിനിറ്റ്. ഞങ്ങൾ ഇനി തിരിച്ച് റൂമിലോട്ട് പോവാം. അതിനുശേഷം ഞങ്ങളൊരു കടയിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങളെല്ലാവരും പൂരി കറിയാണ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകേണ്ടി വന്നു. കാരണം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. 8 മണിക്ക് നമുക്ക് ബസ് ഉണ്ട്. അപ്പം നേരത്തെ വീട്ടിൽ ചെല്ലണം. അങ്ങനെ ഞങ്ങൾ ദാണ്ട് ഒരു കോട്ടയിൽ കയറിയിട്ട് അവിടുത്തെ വിഷ്വൽസൊക്കെ എടുത്തിട്ട് ബസ്സിലോട്ട് കയറി. ഒരു ബസ്സിൽ കയറി, ആദ്യത്തെ ബസ്. അതായത് ഞങ്ങൾ പളനിയിൽ നിന്ന് മധുരയിലോട്ടൊരു ബസ് കയറി. മധുരയിലോട്ട് ചെന്നാലേ നമുക്ക് പിന്നെ ബസ്സുള്ളൂ. ഡയറക്റ്റ് ബസ്സൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ കയറി. കുറേ നേരം 2.5 മണിക്കൂർ എടുത്തു ഞങ്ങൾ പളനി ചെല്ലാൻ. അങ്ങനെ ഞങ്ങൾ 4 പേരും ഒരേ അറ്റത്തും അവരിപ്പുറത്തറ്റത്തുമായിട്ട് നിൽക്കുകയാണ്. എട്ടേ മുക്കാലിന് ഇനി ബസ് എടുക്കത്തുള്ളൂ. 3 മണിക്കൂർ ബസ്സിൽ യാത്ര. അതായത് KSRTC, നമ്മുടെ കേരള KSRTC പോലെ ഇവിടുത്തെ തമിഴ്നാട് KSRTC അല്ല, സോറി, TRTC. ഞങ്ങളങ്ങനെ ബസ് ഇറങ്ങി ഫുഡ് കഴിച്ചു. വീണ്ടും ഒരു ബസ്സിൽ കയറി. കാരണം ട്രെയിൻ പോയി കഴിച്ചു. 11:30 ട്രെയിൻ. ഇപ്പോൾ 12 മണിയാവും 2 മിനിറ്റ്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ അവിടെ മാട്ടിത്താവടി പോയി. അവിടെ തെങ്കാശിക്ക് പോകാനോ കൊണ്ടൂർ പോകാനോ ഈ ബസ്സിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഷിഫ്റ്റ് ബസ്സില്ലേ, AC ബസ്, ആ മോഡലാണ് കേട്ടോ. കാണിച്ചു ഞങ്ങൾ തന്നെ മേളിൽ ഇരിക്കുക. ബട്ട് ഇവിടുത്തെ സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഓരോ സ്പോട്ടിൽ അമ്പലങ്ങൾ, അതായത് പ്രതിഷ്ഠകളൊക്കെ വെച്ചേക്കുന്നതുണ്ടോ.
എന്തെങ്കിലും വൃക്ഷത്തിൻ്റെയോ എന്തെങ്കിലും കല്ലുകളായിരിക്കും ഞാൻ കാണിച്ചത്. ഇത് ആരാ? ഇത് ഗണപതിയാണോ കേട്ടോ? അതാണ് ഇത് ഗണപതിയാണ് കേട്ടോ. ഇതാണ് വായിലെ കുഞ്ഞില. ഞങ്ങൾ ഡോലു ബോലു എന്ന് പോലെ വിളിക്കാറുണ്ട്. ഡോലു ഡോലായിരിക്കുന്നത് ബോലു ബോലു ബോലു. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി അടുത്ത ബസ് കയറി ഗൈസ്. ഈ ബസ് പുനലൂർ എന്തോ ഭാഗ്യം, പുനലൂർ വരെ ഈ ബസ്സുണ്ട്. അപ്പം ഇനി പുനലൂർ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. എന്താണ്ട് ഡോലു ബോലു ഡോലു കണ്ട് ബോലു എന്ത് ചെയ്യും? ബോലു ഇവിടെ ഇല്ല, ഷപ്പയാമ്മയുണ്ട്. ചേട്ടനെന്ത് ചെയ്യും? എന്തോടെ കഴിച്ചേ? ബിരിയാണി. ഇയാൾ ബിരിയാണിയാണ് തിന്ന്. എങ്ങനെ ഉണ്ടായിരുന്ന? വലിയ കുഴപ്പമില്ലേ? മധുര ബിരിയാണിയാന്ന് തിന്നേ. വിളി ബോലിന്റെ വിളി ബോലു. ഡോലു പോലും ഒന്നിച്ചിരിക്കാണ് ഗൈസ്. അയ്യോ അടിപൊളിയാ. ക്യാമറയ്ക്കകത്ത് തോന്നിയിട്ട് ഗൈസ് എല്ലാം കഴിഞ്ഞു. അവസാനം നമ്മൾ ദാണ്ടെ ചെങ്കോട്ട കഴിഞ്ഞ് അങ്ങോട്ട് കേരളം എത്താറായി, അതായത് പുനലൂർ എത്താറായി. അങ്ങനെയുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ട്രാഫിക്കാണ്. പിന്നെ പുനലൂരിൽ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാനൊക്കെ പാടായിരുന്നു, വീട്ടിലോട്ട് ചെല്ലാൻ പാടായിരുന്നു, ഓട്ടോ കിട്ടാൻ പാടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ലാഗായിരുന്നു. പക്ഷേ അടിപൊളിയൊരു യാത്രയായിരുന്നു. അവിടുന്ന് മാട്ടുത്താവണിയിൽ നിന്ന് ഇങ്ങ് പുനലൂർ വരെ വരുന്നത് ഭയങ്കര ദൂരമാണ്, പക്ഷെ ഒരുപാട് സ്ഥലം കണ്ടു. അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാണിത്. ഇടയ്ക്കൊന്ന് നിർത്തി ഫുഡ് അല്ലെങ്കിൽ ചായയെങ്കിലും കുടിക്കാൻ പറ്റി. ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.